ഹലോ ഫ്രണ്ട്സ്, സൃഷ്ടിസ് മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദിവ്യ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അവൽ വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു വടയാണ്. നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ്, അതായത് 250 ml 2 കപ്പ് ബ്രൗൺ അവലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ച് 3 മിനിറ്റ് നമുക്കിതൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം. 3 മിനിറ്റിന് ശേഷം നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അവൽ നന്നായി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ബ്രെഡാണ്. ബ്രെഡ് ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് നല്ല പോലെ ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ബ്രെഡ് നല്ല പോലെ ഒന്ന് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് വലിയൊരു ബൗളെടുത്ത് അതിലേക്ക് നമ്മളുടെ അവലും ഈ ബ്രെഡ് ക്രഷ് ചെയ്തും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 4-5 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ചുവന്ന മുളക് ക്രഷ് ചെയ്തെടുത്തത്, 1 ടീസ്പൂൺ കറിവേപ്പില ചെറുതായി അരിഞ്ഞത്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് അപ്പസോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യമായി തന്നെ മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ആവശ്യമെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം. അപ്പം നമ്മുടെ അവിൽ വടക്കുള്ള മാവ് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി കൈയിൻ്റെ ഉള്ളനടിയിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമുക്കിതൊരു വടയുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഷേപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും കുപ്പികളുടെ അടപ്പോ എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ വടയുടെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഫ്രൈ ചെയ്യുന്നതിനുള്ള വട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനുള്ള വട ചേർത്തതിന് ശേഷം ഇതിൻ്റെ തീയൊന്ന് നല്ലപോലെ കുറച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു ഭാഗം നല്ലപോലെ മുരിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് നല്ല ഗോൾഡൻ നിറത്തിലായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള വടകളും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അവൽ വട ഇവിടെ തയ്യാർ. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ടൊമാറ്റോ കെച്ചപ്പും എടുത്തിട്ടുണ്ട്, ഗ്രീൻ ചട്നിയും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ താങ്ക് യു.